Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപഭരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിങ്ങൾ കാട്ടിയ വഴികളിലൂടെ ഈ മണ്ണ് ചുവപ്പിക്കാൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, മന്ത്രി V. അബ്ദുറഹ്മാൻ, VM ഷൌക്കത്ത്, PK സൈനബ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. നിലമ്പൂരിൽ നേരത്തെ റോഡ് ഷോ നടത്തിയിരുന്നതിനാൽ വെളിയംതോട് ജവഹർ നഗറിൽ നിന്നും കാൽനട ജാഥയായി എത്തിയായിരുന്നു പത്രിക സമർപ്പിച്ചത്. ഇന്നലെ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത കൺവെൻഷന് ശേഷം സ്വരാജ് തിരക്കിട്ട പ്രചരണത്തിലാണ്. ഇന്ന് രാവിലെ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾക്ക് ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു. പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ്. ഉച്ചയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ തുടരും. അത് ഞങ്ങളേതായാലും അവരന്മാരെ ആശ്രയിക്കില്ല. അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റു കാര്യം എനിക്കറിയില്ല. എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും. ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേര് മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.